കഴിഞ്ഞു പോയ 8 വർഷങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല അതിജീവിതയ്ക്ക്. പലതരത്തിലുള്ള പ്രതിസന്ധികൾ പല ഭാഗങ്ങളിൽ നിന്ന് നേരിട്ടു. കാരണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഉൾപ്പെട്ട കേസാണ്. അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങൾ, സ്വാധീനിക്കാനുള്ള പല ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കൊപ്പം ഇപ്പോൾ TB മിനി അഭിഭാഷക ചേരുന്നുണ്ട്. പ്രോസിക്യൂഷനൊപ്പം ആദ്യ ഘട്ടം മുതൽ കേസിനൊപ്പം നിന്ന അഭിഭാഷകയാണ് TB മിനി. സ്വാഗതം ശ്രീമതി TB മിനി. 8 വർഷം നീണ്ട പോരാട്ടമാണ്. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ എന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ നാളെ പ്രതീക്ഷിക്കുന്നത്. ഈ എളുപ്പമായിരുന്നില്ല ഈ കഴിഞ്ഞ 8 വർഷം. തെളിവുകൾ എത്തിക്കുക, ഗൂഢാലോചന തെളിയിക്കുക, അതൊക്കെ കോടതിയിലേക്ക് എത്തിക്കുക. വളരെ പ്രയാസമേറിയ 8 വർഷങ്ങളാണ് പിന്നിട്ടത്. അതിൻ്റെ എല്ലാം അതിനൊക്കെ റിസൾട്ട് നാളെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. എന്താണ് പ്രതീക്ഷ? അതായത് ഇതിൻ്റെ കേസിൻ്റെ ആദ്യഘട്ടത്തിലെ ചാർജ് ഫ്രെയിം ചെയ്ത് ഉള്ളത് ഈ എക്സിക്യൂഷനിൽ പങ്കെടുത്ത ആൾക്കാർക്കെതിരായിട്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് അതിലൊരു രണ്ടാം ഘട്ടം ഉണ്ടാകുന്നു. അതിൽ യഥാർത്ഥത്തിൽ 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് DGPക്ക് കൊടുത്തൊരു പരാതി, അത് അന്വേഷണത്തിന് ഫോർവേഡ് ചെയ്ത് വന്നതാണ്. പൾസർ സുനിയിലേക്ക് ജയിലിൽ പോയി അന്വേഷണ ഉദ്യോഗസ്ഥർ കാണുകയും പിന്നെ പൾസർ സുനി പറഞ്ഞതും പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളുമാണ് രണ്ടാം ഘട്ടത്തിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തുന്നത്. പിന്നീട് 3ാം ഘട്ടത്തിൽ ദിലീപിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകളുമായി ബന്ധപ്പെട്ട് അത് മുഖ്യമന്ത്രിക്ക് ആദ്യം കൊടുക്കുന്നു. പിന്നെ റിപ്പോർട്ടർ ചാനലിൽ നേരെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു 6 മാസം മുൻപ് 1ാം പ്രതി, അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു പ്രതി, എനിക്ക് തോന്നുന്നു ഇന്ത്യ ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിലും ഒരു പ്രതി വന്നിട്ട് ഞാനാണ് കുറ്റം ചെയ്തതെന്നും അത് ഇന്ന ആൾ പറഞ്ഞിട്ടാണെന്നും ആ ആൾ തന്നെ ഈ കേസിൽ പ്രതിയായിരിക്കുമ്പോഴാണ് അങ്ങനെ പറയണത്. അങ്ങനെയുള്ള തെളിവുകൾ കിടക്കുകയാണ്. പിന്നെ ധാരാളം തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഈ കോൺസ്പിറസിക്ക് ഡയറക്റ്റ് എവിഡൻസുകൾ ഉണ്ടാവില്ല. അതാണ്, അതിലേക്കാണ് ഞാൻ വരാനിരുന്നത്. നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസസ് ഈ ഗൂഢാലോചന തെളിയിക്കാൻ കുറവാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ച്. അത് പ്രയാസവുമാണ്. ആ സമയത്ത് ഈ സിറ്റുവേഷണൽ തെളിവുകൾ ഹാജരാക്കുക, കോടതിയിലേക്ക് എത്തിക്കുക, അത് എളുപ്പമായിരുന്നു? അത് ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട്, ഈ പ്രകൃതിയുടെ കയ്യൊപ്പുണ്ടെന്ന് പറയണതേ. ആ തെളിവുകൾ പ്രകൃതിയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ പറയാനായിട്ട് സാധിക്കില്ല. ധാരാളം തെളിവുകൾ ആ നിലയിലേക്ക് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ആയിട്ടും വേണമെങ്കിൽ ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് കണക്കാക്കാവുന്നതുമായിട്ടുള്ള തെളിവുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ചാനലിൽ വന്നിട്ട് ഒരു പ്രതി പറയാണ് ഈ റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് വിക്ടിം നിങ്ങൾക്കിത് ചെയ്യാതിരുന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഇതൊരു കൊട്ടേഷനാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയേക്കാൾ ഇരട്ടി പൈസ തരാം എന്ന് പറഞ്ഞു എന്ന് അയാൾ പറയാണ്. അപ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ ഈ കൊട്ടേഷൻ തന്ന ആളുകൾ എന്നെ പിന്തുടരുന്നുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ആ കുറ്റകൃത്യത്തിൽ നിന്ന് പിന്മാറാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ തെളിവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പം നമുക്ക് പറയാൻ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടക്കുന്നത് കൊണ്ട് പറയാനായിട്ട് മനസ്സിലായി. പക്ഷേ എനിക്ക് തോന്നുന്നു ചില ആളുകളെ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണമെന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ ഇല്ലാത്ത PT തോമസ്, അന്ന് മഞ്ജു വാര്യരുടെ പ്രസംഗം, അങ്ങനെ കുറച്ച് ആളുകൾ, മൊഴി മാറാത്ത, നമുക്കറിയാം എത്ര ആളുകൾ ഇതിൽ മൊഴി മാറിയെന്ന് നമുക്കറിയാം. പിന്നീട് പക്ഷെ മൊഴി മാറാതെ ഉറച്ചു നിന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അവരുടെയൊക്കെ എഫേർട്ട് ഈ കഴിഞ്ഞ 8 കൊല്ലം അതിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് ഈ സമയത്ത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകൾ ഒരുപാട് മൊഴി മാറിയിട്ടില്ല. അതായത് മൊഴി മാറി എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൊഴി മാറിയവർ എന്ന് പറയുന്നത് 8ാം പ്രതിയുടെ സന്തത സഹചാരികളായിട്ടുള്ള ആളുകളാണ്. 8ാം പ്രതിയുടെ സ്വന്തം ഭാര്യ, 8ാം പ്രതിയുടെ സ്വന്തം അനിയൻ, 8ാം പ്രതിയുടെ സ്വന്തം അളിയൻ, 8ാം പ്രതിയുടെ സന്തത സഹചാരികളായിട്ടുള്ള ആളുകൾ. പിന്നെ അതിലേറ്റവും പ്രധാനമായിട്ടും മാറി എന്ന് പറയുന്ന ഒരാൾ, 2 ആൾക്കാരെന്ന് വന്ന് സിദ്ദിഖും ഇടവേള ബാബു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ചാനലുകളിൽ പുറത്തു വരുന്നതാണ്.
പക്ഷെ അവർക്ക് നമ്മൾ ഈ കേസിൻ്റെ നടത്തിപ്പ് വരുന്നതിന് മുന്നേ തന്നെ പ്രകൃതിയിൽ നിന്ന് ഇവരൊക്കെ ശിക്ഷ കിട്ടി, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് സിദ്ദിഖിന് പോകേണ്ട അവസ്ഥയുണ്ടായി. അവരൊന്നും ഈ മൊഴി മാറ്റില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചു? അങ്ങനെ ഒരു മൊഴി അവർ മാറ്റിയിട്ടുമില്ല, അവരങ്ങനെ പറഞ്ഞിട്ടില്ല ഒന്നും. പിന്നെ അതൊന്നും എനിക്കിവിടെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചിട്ടുമില്ല, അവരുടെ മൊഴി മാറി എന്ന് പറയുന്ന കാര്യത്തിൽ. കാരണം ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൊഴി മാറ്റങ്ങളാണ്. ഈ മൊഴി മാറിയ 2-3 ക്രൂഷ്യലായിട്ടുള്ള വിറ്റ്നസ് തിരിച്ചു വന്ന് മൊഴി പ്രോസിക്യൂഷന് അനുകൂലമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ബാക്കിയുള്ള അത്രയും 246 സാക്ഷികളിൽ അത്രയും ആളുകൾ മൊഴി പറഞ്ഞിട്ടില്ലേ? അപ്പോൾ സാധാരണ ക്രിമിനൽ കേസുകളിൽ പല സാക്ഷികളൊക്കെ മൊഴി മാറ്റിയും തിരിച്ചും ചിലപ്പോൾ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ മാറിയൊക്കെ പോകും. പക്ഷെ ഇതിൽ നിർണായകമായ ഒരുപാട് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് തന്നെ ഈ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ടുള്ളത് വന്നിട്ടുണ്ട്. അതിന് സപ്പോർട്ടീവായിട്ട് കേരളത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത നിലയിൽ ഒരു ചാനലിൽ വന്നിട്ട് ഈ പ്രതി തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് കോടതി പിന്നീട് എടുത്തോ ഇല്ല എന്നുള്ള കാര്യം വേറെ കാര്യം. പക്ഷേ തെളിവ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. എനിക്ക് ഇപ്പോൾ നമ്മൾക്ക് ടെൻഷനുള്ള കാലം തന്നെയാണല്ലോ. ഇപ്പോൾ ഈ നാളെ വരെ കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരും അല്ലെങ്കിൽ തെന്നിന്ത്യയായിട്ട് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ശ്വാസം അടക്കി നിൽക്കുന്ന ഒരു സമയമാണ്. ഒരാത്മവിശ്വാസവും ഇല്ലാതെ ഞാൻ പറയില്ലല്ലോ, എനിക്ക് പറയേണ്ട കാര്യമില്ല. കൊടുത്ത തെളിവുകളുടെ ആത്മവിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ പ്രതികൾക്കും ശിക്ഷ കിട്ടുന്ന തക്ക വിധത്തിലുള്ള തെളിവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് പറയുമ്പോഴും ഈ തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മളല്ല, അത് കോടതി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിനൊരു നല്ല വിധി ഉണ്ടാവണം. എന്തായാലും അതൊന്നും നിഷേധിക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വിധി ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കോടതിയിൽ ഇരിക്കുന്ന സമയത്ത് പെൻഡ്രൈവിന്റെ ഹാഷ് വാല്യൂ ഒക്കെ മാറിയത് വലിയ ചർച്ചയായിരുന്നു. ആ സമയത്തൊക്കെ എന്താണ് സംഭവിച്ചത്? താങ്കൾക്ക് എന്താണ് തോന്നിയത്? എങ്ങനെ? അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അതിൽ കോടതി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം എൻക്വയറി കമ്മീഷനെ വെച്ച് ആ കമ്മീഷൻ ഈ കോടതി തന്നെയായിരുന്നു. ആ കോടതി തന്നെ അന്വേഷണം നടത്തി ഈ നടന്ന സംഭവങ്ങളെല്ലാം ശരിയാണെന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും അതിന് കുറ്റക്കാർ ഇന്ന ആളുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ട്രയലിൻ്റെ ഭാഗമായിട്ട് ഞാൻ തീരുമാനിക്കുമെന്നാണ് അന്ന് കോടതി അതിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒരു IA ഫയൽ ചെയ്തതിനെ ചലഞ്ച് ചെയ്തപ്പോൾ ടെക്നിക്കൽ ഗ്രൗണ്ടിലാണ് ആ IA നിൽക്കില്ല, നിങ്ങൾക്ക് അല്ലാത്ത ഒരു പെറ്റീഷൻ കൊടുക്കാം എന്ന നിലയിലാണ് കോടതി ആ കേസിൽ തള്ളിയേക്കുന്നത്. തീർച്ചയായിട്ടും ആ വിഷയം കൂടി ഈ കോടതിയുടെ പരിധിയിൽ നാളെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനും ഒരു റിസൾട്ട് ഉണ്ടാവും. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അപ്പീൽ പോകാനായിട്ടുള്ള എല്ലാ പ്രൊവിഷനും ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ച് ഇപ്പോൾ 8ാം പ്രതിയെ സംബന്ധിച്ചും ഇതൊരു ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും അങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് പോകുന്നത്. തെറ്റുപറ്റി എന്ന് പറയുന്ന കാര്യം ഇതുവരെ തിരുത്താൻ ആരും തയ്യാറായിട്ടുമില്ല. ഈ പ്രധാനപ്പെട്ട പല ആളുകളും, അതായത് പണവും പ്രശസ്തിയും ഉള്ള ആളുകളുടെ പക്ഷത്ത് നിൽക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ജീർണത നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുകയും ചെയ്തു പല കാരണങ്ങൾ കൊണ്ട്. ഏറ്റവും മിനിമം നമ്മളുടെയൊക്കെ മക്കൾ ജോലിക്ക് പോയി അവർ സുരക്ഷിതരായി തിരിച്ചെത്തുക എന്ന് പറയുന്നത് കേരളത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിതിൽ കണ്ടൊരു കാര്യം, കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളെല്ലാം അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ശ്വാസം അടക്കി പിടിച്ചാണ് നാളത്തെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പലരും ആത്മഹത്യ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലുള്ള ട്രോമയിലേക്ക് ആകുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ധാരാളം തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ തെളിവുകളൊക്കെ ഈ കുട്ടിക്ക് നീതി കിട്ടത്തക്ക വിധത്തിലുള്ള തെളിവുകൾ തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഇന്ന് എനിക്ക്
ആ തെളിവുകളെക്കുറിച്ച് എനിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു വിധി നാളെ ഉണ്ടാകും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ആരും തന്നെ മറ്റു രീതിയിലുള്ള കടുംകൈകളോ മെൻ്റൽ ടെൻഷനോ ട്രോമകൾക്കോ വിധേയമാകരുത്. നിങ്ങൾ കാത്തിരിക്കാനായിട്ട് ഉള്ള ഇത്ര കാലം നിങ്ങൾ കാത്തിരുന്ന് ആ കാത്തിരിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾ സംഭരിക്കണം. നാളെ വരെ അത് നിങ്ങൾ കാത്തിരിക്കണം. മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് ലോകത്തെ മനുഷ്യരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, വളരെയധികം നന്ദി. കഴിഞ്ഞ 8 വർഷക്കാലം ഒട്ടും എളുപ്പമായിരിക്കില്ല. കാരണം കൊട്ടേഷൻ ബലാത്സംഗമാണ്, പണം വാരിയെറിഞ്ഞ കേസാണ്. എന്നിട്ടും നിയമ പോരാട്ടം 8 വർഷക്കാലം അത്രയും പ്രതിസന്ധികളിലൂടെ കടന്നുപോയാണ് നാളത്തെ വിധിക്കായി താങ്കൾ പറഞ്ഞതുപോലെ ഓരോരുത്തരും കാത്തിരിക്കുന്നത്, കേരളം കാത്തിരിക്കുന്നത്, തെന്നിന്ത്യ ഒരുപക്ഷെ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. ആ രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച നടുക്കിയ സംഭവമാണ്. 10 പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അഭിഭാഷകയായ TV മിനി പങ്കുവച്ചത്. മിനി പറഞ്ഞൊരു കാര്യമുണ്ട്, രാവിലെ ജോലിക്ക് പോകുന്ന പെൺമക്കൾ തിരിച്ചു വൈകുന്നേരം വീട്ടിലേക്ക് സുരക്ഷിതരായി എത്തണം. അത് നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം കൂടിയാണ് നമ്മൾ നാളെ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.